വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ US-ന്റെ പ്രത്യാക്രമണം. ഓപ്പറേഷൻ ഹാക്ക് ഐ എന്ന് പേരിട്ട സൈനിക നടപടി മധ്യ സിറിയയിലെ IS കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. പമേറയിൽ അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾക്ക് നേരെ IS ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ആക്രമണമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അറിയിച്ചു. നടപടി യുദ്ധപ്രഖ്യാപനമല്ല എന്നും അമേരിക്കൻ പൗരന്മാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമാണെന്നും പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. സൈനിക നടപടി ആരംഭിച്ചതായി ഡൊണാൾഡ് ട്രംപും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങൾ നൽകും ഐസൻ ജോസ്. ഗുഡ് മോർണിംഗ് ഐസൻ. എന്തായാലും തങ്ങളുടെ സൈനികർക്ക് നേരെ നടത്തിയ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ സിറിയയിലെ IS കേന്ദ്രങ്ങൾ തന്നെ US തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. എത്ര IS ഭീകരരാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്? ഒരു സൈനിക നടപടിയായത് കണക്കാക്കാമോ ഐസൻ? ട്രംപ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഒപ്പം എന്തൊക്കെ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി ഐസൻ? അശ്വതി, അല്പസമയം മുമ്പ് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് ഈ സൈനിക നടപടി ആരംഭിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2-2.5 മണിക്കൂർ മുമ്പ് ആരംഭിച്ച സൈനിക നടപടിയിൽ ശക്തമായ രീതിയിൽ മധ്യ സിറിയയിലെ IS ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പീറ്റ് ഹെക്സത്തും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം ഔദ്യോഗികമായി സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിപ്പിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമ കുറിപ്പിൽ വളരെ കൃത്യമായി പീറ്റ് ഹെക്സത്ത് അറിയിച്ചത്, നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇതൊരു യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്ന ഉത്തരവാദിത്വപൂർണ്ണമായ നിലപാട് മാത്രമാണെന്നും വളരെ കൃത്യമായി തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് കുറിക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ. നമുക്കറിയാവുന്നതാണ്, ഈ പമേറയിൽ തന്നെ ഈ കഴിഞ്ഞ 13-ാം തീയതി വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. 2 അമേരിക്കൻ സൈനികരും അവരുടെ ഒരു ട്രാൻസ്ലേറ്ററും ഒരു ദ്വിഭാഷിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. നേരത്തെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഈ മധ്യ സിറിയയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ മധ്യ സിറിയയിലെ പമേറയിൽ ഇത്തരത്തിലുള്ള IS-ന്റെ പ്രബല കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിരോധം അല്ലെങ്കിൽ ആക്രമണം ഈ US സൈനിക സംവിധാനങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ട്രംപ് വിശദീകരിക്കുകയും ചെയ്തു. ആ വിശദീകരണമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ശക്തമായ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുടർ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് അവിടെ ഉണ്ടായ ആഘാതം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ വാഗ്ദാനം, അതായത് തങ്ങളുടെ സൈനികർക്കും തങ്ങളുടെ പൗരന്മാർക്കും നേരെ ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളിലൂടെ പ്രതിരോധിക്കുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെയും പീറ്റ് ഹെക്സത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറിച്ച് മറ്റൊരു പ്രധാന കാര്യം കൂടി അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്, നിലവിൽ സിറിയയിലെ ഭരണം നടത്തുന്ന താൽക്കാലിക ഗവൺമെന്റ് ശക്തമായ പിന്തുണ ഈ ആക്രമണത്തിന് നൽകിയിരുന്നു എന്നും അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു തീർച്ചയായും ഐസൻ തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി തേടണം. എന്തായാലും സിറിയയിലെ IS കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് US. തങ്ങളുടെ സൈനികരെ ആക്രമിച്ചതിന് പിന്നാലെയാണ് US-ന്റെ ഇത്തരമൊരു പ്രത്യാക്രമണം. സൈനിക നടപടി എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം യുദ്ധമല്ല തുടങ്ങിയിരിക്കുന്നത് US പ്രതിരോധ സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.